ഹായ് ഗായ്സ്, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കുട്ടികൾക്ക് ചർമ്മ സംരക്ഷണം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതിനെ കുറിച്ചും പിന്നെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് സേഫ് ആയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സിനെ കുറിച്ചിട്ടുമാണ്. എങ്ങനെയാണ് കുട്ടികൾക്ക് നമ്മൾ സ്കിൻ കെയർ തുടങ്ങേണ്ടതും ഏതൊക്കെ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, ഞാൻ യൂട്യൂബിലൊരു ബിഗിനറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അപ്പോൾ തുടക്കമായതുകൊണ്ട് തന്നെ എൻ്റെ വാക്കുകളിലും സംസാരത്തിലൊക്കെ ഒരുപാട് മിസ്റ്റേക്സ് വരാം. നിങ്ങളതെല്ലാം ക്ഷമിക്കുക, ഉൾക്കൊള്ളുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ബേബീസിൻ്റെ സ്കിൻ കെയറിൽ ആദ്യമായിട്ട് ഉൾപ്പെടുത്തേണ്ട ഒരു സംഭവം മസാജിങ് ഓയിലാണ്. നിങ്ങൾക്ക് ഏത് മസാജിങ് ഓയിലും ചൂസ് ചെയ്യാം. ബേബീസിൻ്റെ സ്കിൻ കെയറിനനുസരിച്ച് നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം, ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം, പിന്നെ നിങ്ങൾക്ക് സേഫായിട്ട് തോന്നുന്ന ഓയിൽസൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സെബാമെഡിൻ്റെ ഈ ഒരു ഓയിലാണ് കേട്ടോ. മസാജിങ് ഓയിലാണ് ഞാൻ എൻ്റെ ബേബിക്ക് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഓയിൽ തന്നെ യൂസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഞാനിത് കുറച്ച് കാലമേ എൻ്റെ ബേബിക്ക് യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ കോട്ടക്കൽ ആയുർവേദശാലയുടെ ബേബി ഓയിലിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബോട്ടിൽ ഇവിടെ ഇല്ല, അതാണ് ഞാനത് കാണിക്കാത്തത്. അപ്പോൾ ഇത് നല്ലൊരു ഓയിലാണ് കേട്ടോ, നല്ല സ്മെല്ലാണ് ഇതിന്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കോട്ടക്കൽ ആയുർവേദശാലയുടെ ഓയിലും നല്ലൊരു ഓയിലാണ്. ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് എന്തിനാണ് ഓയിൽ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, കുട്ടികൾക്ക് നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് അവരുടെ സ്കിൻ കളർ ചേഞ്ച് ആവാനോ ടെക്സ്ചർ മാറാനോ ഒന്നും അല്ല കേട്ടോ. നമ്മളും കുട്ടികളും തമ്മിലുള്ളൊരു ബോണ്ട് വർക്ക് ചെയ്യാനും പിന്നെ കുട്ടികളുടെ ബോഡിയിൽ തന്നെ ആ ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യാനും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കുട്ടികൾക്ക് ഓയിൽ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ന്യൂ ബോൺ ബേബീസ് തൊട്ട് 3 മന്ത് വരെ നമ്മൾ ബേബീസിന് 1-2 മണിക്കൂറൊന്നും ഓയിൽ യൂസ് ചെയ്ത് കിടത്തേണ്ട ആവശ്യം വരുന്നില്ല. 10-15 മിനിറ്റ് ഓയിൽ തേച്ച് കിടത്തിയാൽ മതി കുട്ടികളെ. അത് കഴിഞ്ഞാൽ നമുക്ക് കുളിപ്പിക്കാൻ കൊണ്ടുപോകാം. ഒരുപാട് നേരം നമ്മൾ ഓയിൽ തേച്ച് കിടത്തിയെന്ന് വിചാരിച്ച് ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഓയിൽ മസാജിങ്ങിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു സോപ്പോ അല്ലെങ്കിൽ ബേബി വാഷോ യൂസ് ചെയ്തിട്ട് കുട്ടികളെ കുളിപ്പിക്കാം. ഞാൻ സോപ്പാണ് എൻ്റെ ബേബിനെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറ്. ഞാൻ സെബാമെഡിൻ്റെ സോപ്പാണ് എടുക്കുന്നത്. അതിൻ്റെ ഫോട്ടോ ഒന്നും ഇവിടെ കാണിക്കാനില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സൈഡിൽ എവിടെയെങ്കിലും അതിൻ്റെ ഫോട്ടോ ഞാൻ കൊടുത്തേക്കാം. ഞാൻ എൻ്റെ ബേബിക്ക് യൂസ് ചെയ്തിട്ടുള്ള കൂടുതൽ പ്രോഡക്ട്സും സെബാമെഡിൻ്റെയാണ്. കാരണം അതിൽ വരുന്നത് pH 5.5 ആണ്. നമ്മളെ ബേബീസിൻ്റെ ഡെലിക്കേറ്റഡ് സ്കിന്നിന് സെറ്റായിട്ടുള്ളൊരു pH ആണ് സെബാമെഡിന് വരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ കുട്ടികൾക്ക് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ കുട്ടികളെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ട് യൂസ് ചെയ്യേണ്ടത് ഒരു മോയ്സ്ചറൈസറാണ്. നമ്മൾ ബേബീസിൻ്റെ നനവെല്ലാം തോത്തിക്കളഞ്ഞ് ഡ്രൈ ആക്കിയതിന് ശേഷമല്ല നമ്മൾ ബേബീസിന് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ ആ ചെറിയൊരു വെറ്റ്നസ്സോട് കൂടിയിട്ടാണ് ബേബീസിന് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് സെബാമെഡിൻ്റെ എക്സ്ട്രാ സോഫ്റ്റ് ക്രീമാണ് കേട്ടോ. ഇതിൽ കണ്ടില്ലേ pH 5.5 ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്രീം ഭയങ്കര തിക്കായിട്ടുള്ളൊരു ക്രീമാണ് കേട്ടോ. എൻ്റെ ബേബിൻ്റെ സ്കിന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആണ്. അപ്പോൾ ഞാൻ അവന് യൂസ് ചെയ്യുന്നത് ഇതാണ്. ഇതിൻ്റെ തിക്ക് ഉണ്ടോ, ഇത് ഇത്രയും തിക്കാണ്. ഇത് നമ്മളെ സ്കിന്നിലേക്ക് ഇങ്ങനെ നമ്മൾ അബ്സോർബ് ആവാൻ കുറച്ച് പണിയാണ്, പക്ഷേ ഇതിന് ഭയങ്കര സ്മൂത്തായിട്ട് അവിടെ കിടന്നോളൂ. എൻ്റെ ബേബിൻ്റെ സ്കിന്ന് നല്ല ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഞാൻ അവന് ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. നിങ്ങളുടെ ബേബിൻ്റെ സ്കിന്ന് അത്ര ഡ്രൈ ഒന്നും അല്ലെങ്കിൽ സെബാമെഡിൻ്റെ തന്നെ നോർമലായിട്ടൊരു ബോഡി ലോഷൻ ഉണ്ട്, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ എൻ്റെ ബേബിൻ്റെ സ്കിന്ന് നല്ല ഡ്രൈ ആയതുകൊണ്ടാണ് ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ബേബീസിന് എപ്പോഴും സ്കിൻ കെയർ പ്രോഡക്ട്സ് ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ pH നമ്മൾ ചെക്ക് ചെയ്യുക കേട്ടോ. ഈ ഒരു pH ആണ് കറക്റ്റായിട്ട് ബേബീസിൻ്റെ സ്കിൻ കെയറിൽ വരുന്ന ഒരു pH കേട്ടോ. അപ്പോൾ ഈ ഒരു pH നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ബേബീസിന് നല്ലൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ ന്യൂ ബോൺ ബേബീസിന് തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്ത് തുടങ്ങണം എന്നല്ല പറയുന്നത്. നിങ്ങൾ ബേബിക്ക് ഒരു 6 മന്ത് ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാവുന്നതാണ്. സൺസ്ക്രീൻ അവരുടെ ആ ഒരു കുഞ്ഞു ചർമ്മം സംരക്ഷിക്കാൻ നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. സേഫായിട്ടുള്ളൊരു സൺസ്ക്രീനാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഞാൻ എൻ്റെ ബേബിക്ക് യൂസ് ചെയ്യുന്നത് മമാർത്തിൻ്റെ ഈ ഒരു മിനറൽ ബേസ്ഡ് സൺസ്ക്രീനാണ്. ഇതിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഭയങ്കര നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് വരുന്നത്.
നമ്മുടെ ബേബീസിൻ്റെ സ്കിന്നിന് ഭയങ്കര സേഫാണ് കേട്ടോ അത്. പിന്നെ മിനറൽ ബേസ്ഡ് സൺസ്ക്രീനുമാണ്. ഇതിൻ്റെ ടെക്സ്ചർ ഉണ്ടോ, അതിൻ്റെ സ്മെല്ലൊക്കെ ഭയങ്കര നാച്ചുറൽ സ്മെല്ലാണ്. എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു മഞ്ഞളിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സാണ് ഞാൻ എൻ്റെ ബേബിക്ക് സ്കിൻ കെയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ബേബീസിന് പൗഡർ യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല കേട്ടോ. കാരണം നമ്മൾ ബേബീസിന് പൗഡർ യൂസ് ചെയ്യാൻ പാടില്ല. അത് അവരുടെ സ്കിന്നിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവർക്ക് ശ്വാസതടസ്സം ഉണ്ടാക്കുമെന്നാണ് ക്ലിനിക്കലി പറയുന്നത്. അതുകൊണ്ട് ബേബീസിന് നിങ്ങൾ മാക്സിമം പൗഡേഴ്സ് യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ സ്മെല്ലിന് വേണ്ടിയിട്ട് ബോഡിയിൽ അവിടെ ഇവിടെ കുറച്ച് ഇടുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ഫേസിലും ഇതൊക്കെ ഇങ്ങനെ ആ സ്പഞ്ച് വെച്ചിട്ട് ഡസ്റ്റ് ചെയ്യുന്ന പരിപാടിയില്ലേ, അത് നമ്മൾ കറക്റ്റായിട്ട് സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. ആ ഒരു പരിപാടിയെ വേണ്ട ബേബീസിന്. പിന്നെ നിങ്ങൾ ബേബി കെയറിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു പ്രോഡക്റ്റ്. ഇത് ബേബീസിൻ്റെ നെയിൽ ട്രിമ്മറാണ് കേട്ടോ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഞാൻ ഒരുപാട് കാലം ഈ ഒരു പ്രോഡക്റ്റാണ് എൻ്റെ ബേബിക്ക് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ടൈറ്റായിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിനകത്ത് ഇതിലൊരു കളറിൻ്റെ പോയിട്ടുണ്ട്. ഇതിനകത്ത് ഒരുപാട് ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഇത് നിങ്ങളുടെ ബേബി ന്യൂ ബോൺ ആയിട്ട് ഒരു 4 month വരെ നിങ്ങൾ ഈ ഷെയ്ഡാണ് യൂസ് ചെയ്യേണ്ടത്, പർപ്പിൾ ഷെയ്ഡ്. ഇതിൻ്റെ ആക്ടിവേഷൻ കാണിച്ചു തരാം. ഒരു ഷെയ്ഡ് ഇപ്പോൾ ഞാൻ ഇട്ടോന്നുള്ളൂ കേട്ടോ തൽക്കാലം. നിങ്ങൾ ഇതുപോലെ അത് ഫിറ്റ് ചെയ്തിട്ട് വേണ്ടോ മോഡ് കറക്റ്റ് ചെയ്യാൻ സൈഡിലിങ്ങനെ സ്വിച്ചസ് ഉണ്ട്. നിങ്ങളുടെ ആവശ്യാനുസരണം സ്പീഡ് മുകളിലേക്കും താഴേക്കും നിങ്ങൾക്ക് ഇങ്ങനെ കൂട്ടി കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇത് ബാറ്ററിയിലാട്ടോ വർക്ക് ചെയ്യുന്നത്. ഉണ്ടോ, ഇവിടെ ബാറ്ററി യൂസ് ചെയ്യാം. ഇതിനിപ്പോൾ ബാറ്ററി ഇല്ല, അതാണ് ഞാൻ നിങ്ങൾക്ക് വർക്ക് ചെയ്ത് കാണിപ്പിച്ച് തരാത്തത്. ഇത് നിങ്ങൾക്ക് ബാറ്ററിയിൽ യൂസ് ചെയ്യാം. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നോർമൽ നെയിൽ കട്ടർ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവന് യൂസ് ചെയ്യുന്നത് ഈ നോർമൽ നെയിൽ കട്ടറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബേബീസിൻ്റെ നെയിൽസൊക്കെ പ്രോപ്പറായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും എനിക്ക് എൻ്റെ ബേബി കെയറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളുള്ളൂ. ഞാൻ ഇത്രയും കാര്യങ്ങൾ അവന് വേണ്ടി ചെയ്യാറുള്ളൂ ബേബി കെയറിൽ. പിന്നെ സേഫ് ആയിട്ടുള്ള കുറച്ച് ബേബി പ്രോഡക്ട്സിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് ഇനി പറഞ്ഞുതരാം. സേഫ് ആയിട്ടുള്ള ബേബി പ്രോഡക്ട്സിൽ ഞാൻ ആദ്യം ചൂസ് ചെയ്യുക സെബാമെഡിൻ്റെ ബേബി പ്രോഡക്ട്സ് തന്നെയാണ് കേട്ടോ. കാരണം അതിൽ pH ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് 5.5 ആണ് ഇതിൽ pH വരുന്നത്. പിന്നെ നമ്മുടെ ബേബീസിൻ്റെ സ്കിന്നിനെ നല്ല സോഫ്റ്റാക്കി വെക്കും ഈ ഒരു പ്രോഡക്റ്റ്. പിന്നെ നിങ്ങൾക്ക് സെറ്റാഫിൽ യൂസ് ചെയ്യാം, അവീനോ യൂസ് ചെയ്യാം, ടെഡി ബാർ, അങ്ങനെ കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട്. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ ഈ പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ. നിങ്ങളുടെ ബേബീസ് ന്യൂ ബോൺ ആയിരിക്കുമ്പോൾ നിങ്ങൾ ഹിമാലയ പോലത്തുള്ള ബേബി പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. കാരണം അതിൽ pH ഒന്നും കറക്റ്റ് അല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ pH കറക്റ്റായിട്ടുള്ള ബേബി പ്രോഡക്ട്സ് യൂസ് ചെയ്യുക. ഞാൻ ഈ ബേബി പ്രോഡക്ട്സിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.